പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കരുണയുടെ നിമിഷങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുക. കൃപയുടെ ഈ സമയം നമ്മുടെ ഓരോരുത്തരും ജീവിത കർത്താവ് അനുഗ്രഹം ചൊരിയുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതലായി നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണ വർഷിക്കും. ഈ ദിവസങ്ങളിലെല്ലാം ദൈവകരുണയുടെ നൊവേന നമ്മൾ ചൊല്ലുന്ന നിമിഷങ്ങൾ കൂടിയാണ്. ഇന്ന് 6-ാം ദിനമായ ദിവസം നമ്മൾ നിയോഗമായി എടുത്തിട്ടുള്ളത് എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു നിയോഗം ഇന്നേ ദിവസം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചന ഭാഗം വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് കർത്താവിനെ പോലെ ശാന്തശീലനായി മാറുക, വിനീത ഹൃദയനായിട്ട് മാറുക. അതുതന്നെയാണ് 6-ാം ദിനമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. എളിമയുള്ളവരായി മാറണമെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരായിട്ട് മാറുക. അത് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് നമ്മുടെ സന്നിധിയിൽ അരുളി ചെയ്യുമ്പോൾ കർത്താവ് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ് ഒരു സ്വസ്ഥമായ ഒരു ജീവിതം. യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ അത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനം എന്ന് പറയുന്നത് അത് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഈ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നെ നൽകിയിട്ടുള്ള ഒന്നാണ്. ഈ സഹനത്തിൻ്റെ ഇടയിലും കർത്താവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷങ്ങൾ എന്ന് പറയുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും കർത്താവിനെ തിരിച്ചറിയുവാനും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കൃപയാണ്. കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സഹനത്തിൻ്റെ ഇടയിലും നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുക. കർത്താവ് യഹൂദരുടെ ഇടയിൽ പറയുന്ന ഒരു വാചകമാണിത്. കാരണം പല വിധത്തിലും ദൈവത്തെ അറിയുക എന്നത്
അവരെ സംബന്ധിച്ച് വലിയൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ട്. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് പകർന്നു നൽകിയ ആ നിയമങ്ങൾ പോലും പല അവസരത്തിലും അവർക്ക് വലിയൊരു ഭാരമായിട്ട് മാറി. പക്ഷേ കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ്. എന്താണ് കർത്താവിൻ്റെ നുകം എന്ന് നമ്മൾ പരിശോധിച്ചറിയുമ്പോൾ മാത്രമാണ് അത് എളുപ്പമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. കർത്താവിൻ്റെ നുകം എന്ന് പറയുന്നത് ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുക എന്നുള്ളതാണ്. എന്താണ് നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന നുകം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുഹിതമാണോ എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അത് എളുപ്പമുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നുകം എന്ന് പറയുന്നത് അത് എളുപ്പമുള്ളതായി മാറണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ആ ഒരു ഉദ്യമത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമ്പോഴാണ് ദൈവസന്നിധി നിരന്തരം പരാതികളുമായിട്ട് നമ്മൾ കടന്നു ചെല്ലുക. കർത്താവേ, ഇത് വഹിക്കുവാൻ എനിക്ക് സാധിക്കുന്ന ഒന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നിരന്തരം വേദനകൾ കടന്നു വരുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നിരന്തരം കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതി നിരന്തരം ദൈവസന്നിധി പരാതി പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ജീവിതം ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കൃത്യമായി വിലയിരുത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലൂടെ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിക്കുന്നവരാണ്, ഭാരം വഹിക്കുന്നവരാണ്. എന്നാൽ നാം പ്രതീക്ഷിക്കുന്ന ആശ്വാസം ദൈവത്തിൽ നിന്ന് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ശിശുക്കളുണ്ട്. അവിടെ കർത്താവിനെ കണ്ട് അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ആ ശിശുക്കൾ കടന്നു വന്നത്. പക്ഷേ ആ ശിശുക്കളെ തടയുകയാണ് ശിഷ്യന്മാർ. ആ ശിശുക്കളെ തടയുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: അവരെ തടയേണ്ട, അവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. എന്തുകൊണ്ടാണ് ശിശുക്കളെ നോക്കിക്കൊണ്ട് കർത്താവ് അതുപോലെ ഒരു കാര്യം പറയുക? കാരണം ശിശുക്കളെ സംബന്ധിച്ച് അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. കാരണം അവരെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. എല്ലാ കാര്യത്തിലും മാതാപിതാക്കളെ ആശ്രയിക്കും. അതേസമയം ശിശുക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കളെ ശിക്ഷിക്കാറുണ്ട്. പക്ഷേ ആ ഒരു വേദനയിടയിലും ആ ശിശുക്കൾ തങ്ങളുടെ മാതാപിതാക്കളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷേ കരയുന്ന നിമിഷങ്ങളിലൂടെയായിരിക്കാം ആ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ എപ്പോഴും അവർ മാതാപിതാക്കളെ കാണുമ്പോൾ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഓടി എത്തിയാണ് കരയുക. ഒരുപക്ഷെ അമ്മയും അപ്പനുമായിരിക്കും അവരെ സൃഷ്ടിച്ചിട്ടുണ്ടാക്കുക. പക്ഷേ അതിന് പരാതി പറഞ്ഞുകൊണ്ടും അവർ എത്തുന്നത് ആരുടെ അടുക്കൽ തന്നെയാണ്? അവരുടെ അടുക്കൽ തന്നെയാണ്, മാതാപിതാക്കളുടെ അടുക്കൽ തന്നെയാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും അവർ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുവാനാണ് അവർ ആഗ്രഹിക്കുക. മാതാപിതാക്കൾ തന്നെ അവരെ സൃഷ്ടിച്ചാലും അതിൻ്റെ പരാതിയുമായിട്ട് എത്തുന്നത് മാതാപിതാക്കളുടെ അടുക്കൽ തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ദൈവത്തിന് അകന്നു പോകുന്നവരായിട്ട് മാറും. അവിടെ ആ ശിശുക്കളുടെ മനോഭാവം പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ശിശുക്കളെ പോലെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ദൈവത്തിൽ നിന്നും നിരന്തരം അകന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഏതൊരു മനോഭാവമാണ് പുലർത്തുന്നത്? ശിശുക്കളെ പോലെ നമ്മൾ മാറുന്നുണ്ടോ? നമ്മളോട് കർത്താവ് പറയുന്ന ഒരു കാര്യം: നിങ്ങൾ ശിശുക്കളെ പോലെ ആക്കുക. ഇന്നത്തെ നിയോഗം തന്നെ നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. എളിമയും ശാന്തതയും ഉള്ളവരുടെയും
കൊച്ചു കുട്ടികളുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടത്? കാരണം ഇന്ന് എളിമ ഇല്ലാതാകുന്ന ഒരു നിമിഷമുണ്ട്. ഒരു സാഹചര്യം നമ്മുടെ ഓരോരുത്തരെയും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശാന്തത കൈവരിക്കാൻ സാധിക്കാതെ പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഒത്തിരിയേറെ ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴും ജീവിതത്തിലെ പല സാഹചര്യങ്ങളും അവരെ ഈ എളിമയും ശാന്തതയും അവരുടെ ജീവിതത്തിൽ കൈവരിക്കലിൽ നിന്ന് തടയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ജീവിതത്തിൽ പോലും ഇന്ന് ഒത്തിരിയേറെ ദുഷ്ടതകൾ കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ അത് പല തരത്തിലും അവരെ ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പരസ്പരം കലഹിക്കുക ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും കഴിയുന്ന ഒരു നിമിഷങ്ങൾ എന്തുകൊണ്ട്? കാരണം അവരെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കൊച്ചുകുട്ടികളെ സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ വേണ്ടി സഹായിക്കുവാനായിരിക്കും ഒരുപക്ഷെ നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണുകൾ വച്ചു കൊടുക്കുക. പക്ഷേ ആ മൊബൈൽ ഫോണിലൂടെ കൊച്ചു കുഞ്ഞുങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ടോ? പലപ്പോഴും അതിനുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്താറില്ല. അവരെ സംബന്ധിച്ച് സ്വസ്ഥമായി അവരുടെ ജോലികൾ ചെയ്യണം, ആ ഒരു ആഗ്രഹം മാത്രമാണുള്ളത്. അതിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ ഫോണുകൾ വെച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് റിമോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ടിരിക്കുക, പക്ഷേ ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടമാകുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ്, അവരുടെ വിശ്വാസ ജീവിതം തന്നെയാണ്. കാരണം ആ വിശ്വാസത്തിലേക്ക് വളരുവാൻ സഹായിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. ചെറുപ്പത്തിലെ തന്നെ കാർട്ടൂണുകളായിട്ടും അതുപോലെ തന്നെ മറ്റ് വീഡിയോസായിട്ടും അവരുടെ മനസ്സിലേക്ക് അരുതാത്ത ചിന്തകൾ കടന്നു വരുന്നു. ഇന്ന് കടിച്ചാപ്പൊട്ടാത്ത വാക്കുകൾ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കാതെ എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത്? ചീത്തവിളികളുമായിട്ട്, മോശമായ സംസാര രീതികളുമായിട്ട് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്നത്, അവരുടെ സമർപ്പിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇതിൽ നിന്നെല്ലാം മാറ്റം വരുവാൻ, ഇതിൽ നിന്നെല്ലാം തരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുവാൻ. പ്രിയമുള്ളവരെ, അവത്തിൽ മാതാപിതാക്കളും വലിയ ചുമതല ഏറ്റെടുക്കേണ്ടവരാണ്. തങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദാനമായ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാൻ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ധൈര്യപൂർവ്വം തിരുത്തുവാൻ. ഇന്ന് തിരുത്തുവാൻ പലർക്കും പേടിയാണ്. കാരണം ആ കുഞ്ഞുങ്ങളെ തിരുത്തി കഴിഞ്ഞാൽ അവർ എപ്രകാരമാണ് പ്രതികരിക്കുക എന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ പേടിയോടുകൂടിയാണ് ഇന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കാണുന്നത്. കാരണം ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ പോയി അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇന്ന്. പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോലും ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും അമ്മമാരായിരിക്കും ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ഇടയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ച് വന്ന വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട്, ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ സാധിക്കാതെ തങ്ങളുടെ കുഞ്ഞു മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നവർ. പ്രിയമുള്ളവരെ, അവരുടെ ഓരോരുത്തരെയും ആത്മാക്കളെ ഈ നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ശിരസ്സ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.